ഒപ്പം മറ്റൊരു നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നത് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലാണ്. അപ്പോൾ അവിടെയുള്ള ആ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? തത്സമയ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, കൂടിക്കാഴ്ച അല്പസമയമായി ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഈ റേസിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള റേസിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. അത് ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ഈ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചേക്കാം? ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ. അതെ, മുഖ്യമന്ത്രിയാകാൻ പരിഗണിച്ച 3 പേരിൽ 2 പേർ, മുഖ്യമന്ത്രിയാകാത്ത ആ 2 പേർ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും അല്പസമയമായി അവരുടെ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട്. വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ്. നമുക്കറിയാം, 2 പേരും ഈ മുഖ്യമന്ത്രിയാകാത്തതിൽ അത്ര സന്തോഷവാന്മാരായിരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരുന്നു, അദ്ദേഹം നയിക്കുന്ന ഒരു ക്യാബിനറ്റ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ആളുകൾ, അതും അവരവരുടെ കക്ഷികൾ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അതിലാണ് നമ്മൾ രമേശ് ചെന്നിത്തലുമായി ബന്ധപ്പെട്ട അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി വി.ഡി. സതീശൻ നയിക്കുന്ന ക്യാബിനറ്റിലേക്ക് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഇതുകൂടാതെ ആർ.സി. പക്ഷത്ത് നിന്ന് ആരൊക്കെ മന്ത്രിസഭയിലേക്ക് വരും എന്നുള്ള കാര്യം ചർച്ച നടക്കുന്നുണ്ട്. അൻവർ സാദത്തിനാണ് പ്രഥമ പരിഗണന. ഒപ്പം തന്നെ I.C. ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ആ മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ ഒരു വശത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വി.ഡി. സതീശൻ നേരത്തെ വന്ന് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിപ്പോയി നേരെ പോയത് കെ.സി. വേണുഗോപാലിന്റെ അടുത്തേക്കാണ്. ആ ഒരു കൂടിക്കാഴ്ചയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് പരിഭവം ഉണ്ടായിരുന്നു. അത് ഏകദേശം കുറച്ച് കൊണ്ടുവരികയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നിട്ടിറങ്ങിയത് വി.ഡി. സതീശനാണ്. സ്വാഭാവികമായിട്ടും അത് ഫലം കാണുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് നേരത്തെ കഴിഞ്ഞുപോയ കൂടിക്കാഴ്ചയിൽ നമുക്ക് മനസ്സിലായതാണ്. അതിനുശേഷമാണ് കെ.സിയെ കാണാൻ പോയത്. അതും കഴിഞ്ഞ് കെ.സി ഇവിടെ വന്ന് കണ്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവുന്ന അതൃപ്തി പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതുണ്ടാകാൻ, ആ അതൃപ്തി പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇവിടെയുള്ള അണികൾക്കുമുള്ളത്. ശരി, ടി എസ് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. അല്പസമയത്തിനകം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് രണ്ടുപേരും നടത്തിയ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. രമേശ് ചെന്നിത്തലയെ വീട്ടിൽ എത്തി സന്ദർശിച്ചിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ, കൂടിക്കാഴ്ച തുടരുകയാണ്. 2 നേതാക്കന്മാരും ആശയവിനിമയം നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. 2 പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ പോയവരാണ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരാൾക്ക് സീനിയോറിറ്റി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മറ്റൊന്ന് പാർട്ടി നയിച്ചു, സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പാർലമെന്ററി പാർട്ടി ലീഡർ അംഗങ്ങളുടെ പിന്തുണ കൂടുതലായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ.സി. വേണുഗോപാൽ. 2 പേരും തമ്മിലുള്ള കൂടിക്കാഴ്ച 2 പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ളത് അവരുടെ ആളുകൾക്ക്, അവരുടെ അടുപ്പക്കാർക്ക്, MLA-മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വകുപ്പുകൾ നൽകുക, അവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 മന്ത്രിസ്ഥാനം വരെ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് ചോദിക്കുന്നുണ്ട്. അതേസമയം ഭൂരിപക്ഷം മന്ത്രിമാരെയും ഉറപ്പിച്ചുകൊണ്ട് ഒരു ആധിപത്യം വി.ഡി. മന്ത്രിസഭയിൽ ഉണ്ടാക്കുക എന്നതായിരിക്കാം കെ.സി. വേണുഗോപാലിന്റെ കണക്കൂട്ടൽ. അത് ആദ്യ പട്ടിക വരുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. സണ്ണി ജോസഫിന് പുറമേ തന്നെ പി.സി. വിഷ്ണുനാഥ്, M. ലിജു അവരൊക്കെയും മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്, മന്ത്രിസ്ഥാനം ഉറപ്പിക്കുകയാണ്. കെ.സിയുടെ പ്രാമുഖ്യം എത്രത്തോളമുണ്ട് ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ എന്ന് നമുക്ക് വൈകിട്ടോടുകൂടി ആ പട്ടിക വരുമ്പോൾ അറിയാൻ കഴിയും. കെ.സിയോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നവരും ഏറ്റവും ഒടുവിലായി കെ.സിക്കൊപ്പം മറുകണ്ഠം ചാടിയ ആളുകളുണ്ട്. കെ.സി മുന്നോട്ട് വെച്ച പേരുകളിൽ അങ്ങനെ നിയമസഭാ അംഗത്വം ലഭിച്ച്, സ്ഥാനാർത്ഥിത്വം ലഭിച്ച് മത്സരിച്ച് വിജയിച്ച ആളുകളുമുണ്ട്. അങ്ങനെ ഭൂരിപക്ഷം ആളുകളുടെയും 47 MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുന്ന കെ.സി. വേണുഗോപാൽ ഇനി അവരിൽ ആരൊക്കെയായിരിക്കും പല പരിഗണനകളും നോക്കിയ ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പിക്കുക? അപ്പോൾ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്.